ഇന്നത്തെ അവ്യക്തമുരളിയിൽ ബാബ്ദാദ സന്തുഷ്ടമായിരുന്ന് സന്തുഷ്ടമാക്കുവാൻ പറയുന്നു. ബാബ്ദാദയുടെ വരദാതാവിന്റെ പാർട്ട് അമൃതവേളയിലാണ്. ആ സമയത്ത് ആഗ്രഹിക്കുന്ന വരദാനം സ്വീകരിക്കുവാൻ ബാബ പറയുന്നു. സ്വരാജ്യ അധികാരിയാകുവാനും മനസാ സേവനം ചെയ്യുവാനും ഒരു സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന്റെ അഭ്യാസം ചെയ്യുവാനും ബാബ പറയുന്നു. ഇന്നത്തെ അവ്യക്ത മഹാവാക്യങ്ങൾ കേൾക്കാം. ഓം ശാന്തി. 26/7/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 2/2/11 മധുബൻ. തൻ്റെ ഭാഗ്യവും പ്രാപ്തികളും സ്മൃതിയിൽ വച്ച് സദാ ഹർഷിതവും സന്തുഷ്ടവുമായിരിക്കൂ. ദൃഷ്ടിയിലൂടെയും വൃത്തിയിലൂടെയും പ്രവൃത്തിയിലൂടെയും സന്തുഷ്ടതയുടെ അനുഭവം ചെയ്യിക്കൂ. ഇന്ന് ബാബ്ദാദ എല്ലാ കുട്ടികളെയും കണ്ട് സന്തോഷിക്കുകയാണ്. ഓരോ കുട്ടിയും പരമാത്മാ സ്നേഹത്തിലൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ബാബ്ദാദ ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ ഭാഗ്യത്തിൻ്റെ രേഖകൾ നോക്കുകയാണ്. ഇങ്ങനെയുള്ള ഭാഗ്യവും ഇത്രയും വലിയ ഭാഗ്യവും മുഴുവൻ കൽപ്പത്തിലും മറ്റാർക്കും പ്രാപ്തമായിട്ടില്ല. കാരണം താങ്കൾക്ക് ഭാഗ്യം നൽകുന്നവൻ സ്വയം ഭാഗ്യദാതാവാണ്. ഓരോരുത്തരുടെയും മസ്തകത്തിൽ ആദ്യം തിളങ്ങുന്ന നക്ഷത്രത്തിൻ്റെ ഭാഗ്യം തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. വായിൽ മധുരവാണിയുടെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ചുണ്ടുകളിൽ മധുരമായ പുഞ്ചിരിയുടെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ ഹൃദയേശ്വരനായ ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചതിൻ്റെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. കൈകളിൽ സർവ ഖജനാവുകളുടെയും ശ്രേഷ്ഠതയുടെ രേഖ തിളങ്ങുകയാണ്. പാദങ്ങളിൽ ഓരോ ചുവടിലും പദമങ്ങളുടെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചിന്തിക്കൂ, ഇങ്ങനെയുള്ള ഭാഗ്യം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതിനാൽ താങ്കളുടെ സ്മാരക ചിത്രങ്ങളുടെയും ഭാഗ്യം വർണ്ണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ കുട്ടിയുടെയും ഈ ഭാഗ്യം സ്വയം ഭാഗ്യവിധാതാവാണ് ഉണ്ടാക്കിയത്. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും ഭാഗ്യത്തെ കണ്ട് ഓരോ കുട്ടിക്കും ആശംസകൾ നൽകുകയാണ്. ആഹാ കുട്ടികളെ, ആഹാ! ഈ ഭാഗ്യം ഈ സംഗമത്തിൽ തന്നെയാണ് ലഭിക്കുന്നതും നിലകൊള്ളുന്നതും. സംഗമയുഗത്തിലെ സുഖം സർവയുഗങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. സത്യയുഗത്തിലെ ഭാഗ്യവും സംഗമത്തിലെ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തിയാണ്. അതിനാൽ സംഗമയുഗത്തിൻ്റെ പ്രാപ്തി സത്യയുഗത്തിലെ പ്രാപ്തിയേക്കാളും കൂടുതലാണ്. തൻ്റെ ഭാഗ്യത്തിൽ മുഴുകൂ. എന്തുതന്നെ സംഭവിച്ചുകൊണ്ടിരുന്നാലും തൻ്റെ ഭാഗ്യത്തെ സ്മൃതിയിൽ കൊണ്ടുവരൂ. അപ്പോൾ എന്താണ് വരുന്നത്? ആഹാ എൻ്റെ ഭാഗ്യം! കാരണം സ്വയം ഭാഗ്യദാതാവ് താങ്കളുടെ പിതാവാണ്. അപ്പോൾ ഭാഗ്യദാതാവിലൂടെ ഓരോരുത്തർക്കും തൻ്റെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രത്തോളം ഭാഗ്യശാലിയാണ് എന്നറിയുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കാണോ അറിയുന്നത്? അതോ സദാ ലഹരി നിലനിൽക്കുന്നുണ്ടോ? ലോകത്തുള്ളവരാണെങ്കിൽ കണ്ട് ചോദിക്കുന്നു, താങ്കൾക്ക് എന്താണ് ലഭിച്ചത്? അപ്പോൾ താങ്കൾ എന്തോ ഉത്തരമാണ് നൽകുന്നത്. എന്ത് നേടണമായിരുന്നോ അത് നേടിക്കഴിഞ്ഞു. കൈ ഉയർത്തൂ. നേടിക്കഴിഞ്ഞുവോ? ശരി, നേടിക്കഴിഞ്ഞുവോ? ലഹരിയോടെ പറയുന്നു, അപ്രാപ്തമായ യാതൊരു വസ്തുവും ഇല്ല. അഭിമാനമുണ്ടല്ലോ. ലഭിച്ചത് എങ്ങനെയാണ്? കേവലം ബാബയെ അറിഞ്ഞു, അംഗീകരിച്ചു, തൻ്റേതാക്കി മാറ്റി. അപ്പോൾ ഭാഗ്യം ലഭിച്ചു. ഈ ഭാഗ്യത്തെ എത്രത്തോളം സ്മൃതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുമോ അത്രയും ഹർഷിതം ആയിക്കൊണ്ടിരിക്കും. ഭാഗ്യവാനായ ആത്മാവിൻ്റെ മുഖം സദാ ഹർഷിതമായിരിക്കും. ആയിരിക്കും എന്നല്ല, അങ്ങനെയാണ്. അവരുടെ ദൃഷ്ടി, അവരുടെ വൃത്തി, അവരുടെ പ്രവൃത്തി
സദാ സന്തുഷ്ട ആത്മാവായി സ്വയവും സന്തുഷ്ടമായിരിക്കും, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കും എന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കേവർക്കും സന്തുഷ്ടതയുടെ ലഹരിയുണ്ടോ? കാരണം സന്തുഷ്ടതയുടെ ആധാരമാണ് സർവപ്രാപ്തികൾ. അപ്രാപ്തിയാണ് അസന്തുഷ്ടതയുടെ ആധാരം. അപ്പോൾ താങ്കൾ എന്താണ് അനുഭവിക്കുന്നത്? അപ്രാപ്തമായ ഏതെങ്കിലും വസ്തു ഉണ്ടോ? അതോ സർവപ്രാപ്തിയുമുണ്ടോ? പ്രാപ്തിയുടെ ലഹരിയുണ്ടോ? ഉണ്ടോ? സദാ ഉണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്കാണോ ഉള്ളത്? പൊതുവെ പറയുന്നത് എന്ത് നേടണമായിരുന്നോ അത് നേടിക്കഴിഞ്ഞു എന്നാണ്. അപ്പോൾ എവിടെ സർവപ്രാപ്തിയുമുണ്ടോ അവിടെ അസന്തുഷ്ടതയുടെ പേര് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ബാബ്ദാദ ഇന്ന് ദേശവിദേശങ്ങളിലെ എത്ര ദേശങ്ങളിൽ നിന്നും എല്ലാ കുട്ടികളും വന്ന് ഒത്തുകൂടിയിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും ദൂരെ നിന്നും വരുന്നവൻ ആരാണ്? അമേരിക്കയിലുള്ളവരാണോ ദൂരെ നിന്നും വന്നിരിക്കുന്നത്? ബാബ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അമേരിക്കയാണെങ്കിൽ ഈ ലോകത്തിലാണുള്ളത്. എന്നാൽ ബാബ്ദാദ എവിടെ നിന്നാണ് വന്നത്? പരംധാമത്തിൽ നിന്നും. ബ്രഹ്മബാബയും സൂക്ഷ്മവതനത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് ദൂരെ നിന്നും വന്നത്? ഏറ്റവും ദൂരെ നിന്നും ആരാണ്? ഇതാണ് ബാബയുടെയും കുട്ടികളുടെയും സ്നേഹത്തിൻ്റെ ദൃശ്യം. താങ്കൾ പറഞ്ഞു മേരാ ബാബ, എൻ്റെ ബാബ. ബാബ പറഞ്ഞു മേരാ ബച്ച, എൻ്റെ കുട്ടി. കേവലം ഒരാളെ അറിയുന്നതിലൂടെ എത്രമാത്രം സമ്പത്ത് ലഭിച്ചു. ലോകത്തുള്ളവർ സുഖത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ ശാന്തി ലഭിക്കും? എവിടെ സുഖം ലഭിക്കും? താങ്കളുടെ ജീവിതം തന്നെ സുഖശാന്തി സമ്പന്നം ആയിക്കഴിഞ്ഞു. ബാബ്ദാദയോട് ചോദിക്കാറുണ്ടല്ലോ, ബാബ്ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ബാബ്ദാദ ഓരോ കുട്ടിയിൽ നിന്നും ഇതാണ് ആഗ്രഹിക്കുന്നത്. ഓരോ കുട്ടിയും സദാ സ്വരാജ്യ അധികാരിയായി ഇരിക്കണം, ഇടയ്ക്കിടയ്ക്കല്ല. കാരണം ഇപ്പോഴത്തെ സ്വരാജ്യത്തിൻ്റെ വരദാനം ബാബ ഈ സംഗമയുഗത്തിനായി പൂർണ്ണമായും നൽകിയിട്ടുണ്ട്. അല്പമല്ല, ഇടയ്ക്കിടയ്ക്കുള്ളതല്ല, സദാ. അപ്പോൾ ചിന്തിക്കൂ, സദാകാലത്തേക്ക് സ്വരാജ്യ അധികാരിയായി ഇരിക്കുന്നുണ്ടോ? കാരണം ബാബ്ദാദ കേൾപ്പിച്ചിട്ടുണ്ട്, ഈ എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സംസ്കാരത്തിൻ്റെയും യജമാനനാണ്. എല്ലാത്തിൻ്റെ കാര്യത്തിലും എൻ്റേത് എന്ന വാക്കാണ് പറയുന്നത്. ഞാൻ എന്നല്ല പറയുന്നത്, എൻ്റേത് എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സ്, ബുദ്ധി, സംസ്കാരം എൻ്റേതാണെങ്കിൽ എൻ്റേതിൻ്റെ മേൽ സദാ അധികാരം ഉണ്ടായിരിക്കും. ഇതേപോലെ മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്നിവയുടെ മേൽ പൂർണ്ണ അധികാരി ആയിരിക്കണം. ഇതിനെയാണ് സ്വരാജ്യധാരി എന്ന് പറയുന്നത്. എന്ത് ഓർഡർ ചെയ്യുന്നുവോ അതനുസരിച്ച് ഇവർ കാര്യം ചെയ്യുന്നതിന് നിമിത്തമാണ്. എന്നാൽ ഇതിനു വേണ്ടി നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും അധികാരിയുടെ ലഹരി ഉണ്ടായിരിക്കണം, നിശ്ചയവും ലഹരിയും. ഇപ്പോഴാണെങ്കിൽ ആത്മാക്കൾക്ക് മനസ്സിലൂടെയും സേവനം നൽകുന്നതിനുള്ള സമയമാണ്. നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു, ഹേ പൂർവികരെ, നമുക്ക് ഒരൽപ്പം സുഖത്തിൻ്റെയും ശാന്തിയുടെയും കിരണങ്ങൾ നൽകൂ. അപ്പോൾ ഹേ പൂർവികരെ, ദുഃഖിതരുടെ വിളി കേൾക്കപ്പെടുന്നുണ്ടല്ലോ. ബാബ്ദാദ സൂചന നൽകിയിട്ടുണ്ട്, ഏതെങ്കിലും ആപത്ത് പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. ഇതിനുവേണ്ടി സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ്. ആ പ്രാക്ടീസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ സമയം പുരുഷാർത്ഥത്തിനുള്ള സമയം ഉണ്ടാകില്ല. ഫുൾ സ്റ്റോപ്പ് ഇടാനായി അഭ്യസിക്കുകയും ആശ്ചര്യ ചിഹ്നമാണ് വീഴുന്നതെങ്കിൽ. അതിനാൽ പുരുഷാർത്ഥത്തിൻ്റെ സമയം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. ആ സമയം പ്രാക്ടീസ്
പ്രാക്ടിക്കൽ ചെയ്യാനുള്ള സമയമാണ്. അതിനാൽ ഇപ്പോൾ മുതൽ ഈ അഭ്യാസം ചെയ്തുകൊണ്ടുമിരിക്കുകയാണ്. ബാപ്ദാദ റിസൾട്ട് നോക്കുന്നു. അറ്റൻഷൻ ഉണ്ട്, ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. എന്നാൽ ഇനിയും അറ്റൻഷന് അണ്ടർലൈൻ ചെയ്യൂ. നോക്കൂ, പുരുഷാർത്ഥം എത്ര സഹജമാണ്. ഞാനും ബിന്ദു, ഇടേണ്ടതും ബിന്ദു. കേവലം അറ്റൻഷനാണ് നൽകേണ്ടത്. ബാപ്ദാദ വിശേഷിച്ച് കുട്ടികൾക്ക് സമ്മാനം നൽകുന്നു. കുട്ടികളെ, ഞാൻ സദാ നിങ്ങളുടെ കൂടെയുണ്ട് ബാബ എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി ബാബ സദാ ഹാജരാണ്. പ്രഭു ഹാജരാണ് എന്ന് പറയപ്പെട്ടിട്ടുമുണ്ട്. സർവവ്യാപിയല്ല, എന്നാൽ കുട്ടികളുടെ മുന്നിൽ പ്രഭു ഹാജരാണ്. അപ്പോൾ സദാ വിജയിയാകണം. എവിടെ ഭഗവാൻ കൂടെയുണ്ടോ അവിടെ വിജയിയാകുന്നത് പ്രയാസമാണോ? വിജയം താങ്കളുടെ ജന്മസിദ്ധ അധികാരമാണ്. കേവലം എൻ്റെ ബാബ എന്ന് പറഞ്ഞു, അപ്പോൾ വിജയി തന്നെയാണ്. അതിനാൽ സദാ വിജയിയാകണം. ആരാണോ ഓർമ്മയിൽ ഇരിക്കുന്നത് അവർക്ക് അതിസഹജമാണ്, പ്രയാസമല്ല. എവിടെ ഭഗവാനുണ്ടോ അവിടെ വിജയം തീർച്ചയായുമുണ്ട്. അപ്പോൾ ഇന്ന് ബാപ്ദാദ എല്ലാ കുട്ടികളെയും കണ്ട് സന്തോഷിക്കുകയാണ്. എത്രമാത്രം സ്നേഹത്തോടെ ഏത് ഉപാധിയിലൂടെയാണ് വന്നിരിക്കുന്നത്? ട്രെയിനിലോ പ്ലെയിനിലോ? അത് ശരീരത്തിലൂടെ എത്തിച്ചേർന്നതാണ്. എന്നാൽ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ് താങ്കളെ ഇവിടെ എത്തിച്ചത്. താങ്കളുടെ ധൈര്യം ഉണ്ടെങ്കിൽ ബാബയുടെ സഹായം തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ ബാപ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. ഓരോ കുട്ടിയും ഓരോ കർമ്മത്തിലും തൻ്റെ സ്വരാജ്യത്തിൻ്റെ സീറ്റിൽ സ്ഥിതി ചെയ്യണം. ശരി, ഇന്ന് ആദ്യമായി ആരാണോ വന്നിരിക്കുന്നത് അവർ കൈ ഉയർത്തൂ, എഴുന്നേറ്റ് നിൽക്കൂ. ധാരാളം പേരുണ്ട്. ശരി, ഏതുപോലെ ആദ്യമായി വന്നിരിക്കുകയാണോ അതേപോലെ ആദ്യ നമ്പറിൽ പോകണമോ? ബാബയുടെ വരദാനമാണ്. ആര് ധൈര്യം വയ്ക്കുമോ അവർക്ക് ബാബയുടെ സഹായവും ലഭിക്കും. ധൈര്യത്തോടെ എത്രത്തോളം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവോ ആ ചാൻസ് ഉണ്ട്. കാരണം ടൂ ലേറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടില്ല. ഓർമ്മയിൽ ഇരിക്കൂ. എന്ത് പ്രാപ്തമായോ അതിലൂടെ മറ്റുള്ളവരുടെ സേവനം ചെയ്യൂ. എത്രത്തോളം സേവനം ചെയ്യുമോ അത്രയും ആശീർവാദങ്ങൾ ലഭിക്കും. ആ ആശീർവാദങ്ങൾ താങ്കളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. ബാക്കി ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. എന്നാൽ താങ്കൾ സന്ദേശം നൽകൂ. തൻ്റെ പുണ്യം ശേഖരിച്ചു കൊണ്ടിരിക്കൂ. അപ്പോൾ പുണ്യം താങ്കളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ശരി, ബാപ്ദാദ അമൃതവേളയിൽ എല്ലാ ഭാഗത്തും ചുറ്റി സഞ്ചരിക്കുന്നു. ബാബയ്ക്ക് ചുറ്റി സഞ്ചരിക്കുന്നത് വലിയ കാര്യമാണോ? ബാപ്ദാദ ഇതും പറഞ്ഞു തന്നിട്ടുണ്ട്. 4 മണിക്കുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഈ ഒരു വിശേഷതയുമുണ്ട്. 4 മണിക്ക് ബാപ്ദാദ എല്ലാ കുട്ടികൾക്കും സഹജമായി തന്നെ വരദാനം നൽകുന്നു. വരദാന ദാതാവിൻ്റെ വിശേഷ പാർട്ട് അമൃതവേളയിലാണുള്ളത്. ഏത് വരദാനം വേണമോ അത് ബാപ്ദാദ നൽകുന്നു. ട്രയൽ ചെയ്ത് നോക്കണം. എന്നാൽ നിങ്ങളെല്ലാവരും വരദാനം സ്വീകരിക്കുന്നതിനു വേണ്ടി അലേർട്ട് ആയിരിക്കണം. അഥവാ അലേർട്ടായി അല്ല ഇരിക്കുന്നതെങ്കിൽ ബാപ്ദാദ ചുറ്റി സഞ്ചരിച്ച് പോകും. താങ്കൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അതിനാലാണ് അമൃതവേളയ്ക്ക് മഹത്വം നൽകുന്നത്. എന്നാൽ കൂടുതൽ അറ്റൻഷൻ നൽകണം. ബാപ്ദാദ കണ്ടു, സമയമനുസരിച്ച് സേവനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സേവനം കാരണം ബാബയിൽ നിന്നും വരദാനം സ്വീകരിക്കുന്നതിൽ നിന്നും ദൂരെ ഇരിക്കുവാൻ സാധിക്കില്ല. ബാക്കി മെജോറിറ്റി ഡബിൾ ഫോറിനേഴ്സും പുരുഷാർത്ഥം ചെയ്യുന്നുമുണ്ട്. എന്നിരുന്നാലും അറ്റൻഷന് അണ്ടർലൈൻ ചെയ്യണം.
ബാക്കി മധുബനിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരുന്നു. ബാപ്ദാദ വിശേഷിച്ച് എല്ലാ കുട്ടികൾക്കും അതിൻ്റെ ആശംസകൾ നൽകുകയാണ്. ബാപ്ദാദ കേട്ടു. ബാപ്ദാദ സംസ്കാരത്തിൻ്റെ മേൽ ഏതൊരു സൂചനയാണോ നൽകിയത് അത് നമുക്ക് ചെയ്യുക തന്നെ വേണം എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ചെയ്യുന്നതിനു വേണ്ടി ദിവസവും അമൃതവേളയിൽ ഏതുപോലെ സമ്മാനം വയ്ക്കുന്നുവോ അതിനോടൊപ്പം തന്നെ ഭിന്ന ഭിന്ന പ്രകാരത്തിൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തിൻ്റെ മേൽ അറ്റൻഷൻ നൽകൂ. ഇന്നത്തെ ദിവസം ഈ സംസ്കാരത്തിൻ്റെ മേൽ വിശേഷ അറ്റൻഷൻ കൊടുക്കണം എന്ന്. പിന്നെ രാത്രിയിൽ എപ്പോഴാണോ ബാപ്ദാദയ്ക്ക് തൻ്റെ മുഴുവൻ ദിവസത്തെയും ചാർട്ട് നൽകുന്നത് ആ സമയത്ത് ആ സംസ്കാരത്തിൻ്റെ റിസൾട്ടും വിശേഷിച്ച് കേൾപ്പിക്കൂ. അപ്പോൾ വിശേഷ അറ്റൻഷൻ ഉണ്ടാകും. ഏതെങ്കിലും സംസ്കാരത്തിൻ്റെ മേൽ അറ്റൻഷൻ വയ്ക്കണം. ഏതുപോലെ ഓർമ്മയുടെ മേൽ അറ്റൻഷൻ നൽകുന്നുവോ അതിനോടൊപ്പം ആ സമയത്ത് ഈ റിസൾട്ടും ബാപ്ദാദയ്ക്ക് നൽകൂ. താങ്കൾ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കൂ. എന്നാൽ ആ ദിവസം താങ്കളുടെ മുന്നിൽ സംസ്കാരം മാറ്റേണ്ട ഏതെങ്കിലും കാര്യം ഉണ്ടായില്ല എന്നിരിക്കട്ടെ. അപ്പോൾ സ്വയം തനിക്ക് ബാബയുടെ ആശംസകൾ നൽകണം. ദിവസവും ഇങ്ങനെ ബാബയുടെ ആശംസകൾ വിശേഷിച്ച് ഈ സംസ്കാരത്തെ പ്രതി സ്വീകരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ സംസ്കാരം കാര്യത്തിൽ വരുന്നതിൽ കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏതുപോലെ യോഗത്തിൻ്റെ കാര്യത്തിൽ ചെക്ക് ചെയ്യുന്നുവോ അതേപോലെ സംസ്കാരത്തിന് വേണ്ടിയും ചെക്ക് ചെയ്യൂ. സംസ്കാരം ദിവസവും വരുന്നില്ല, ഇടയ്ക്കിടയ്ക്കാണ് വരുന്നത്. ആരാണോ പുരുഷാർത്ഥികൾ അവർക്ക് ബൈ ചാൻസ് പരീക്ഷ വരുന്നു. ബാക്കി ദിവസവും വരുന്നില്ല. എന്നാൽ ചെക്കിംഗ് ദിവസവും നടക്കുകയാണെങ്കിൽ ഈ അറ്റൻഷനും ടെൻഷനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. കാരണം ബാപ്ദാദ കണ്ടിട്ടുണ്ട്, ഫോറിനിലുള്ള ചില കുട്ടികൾ ഏതെങ്കിലും കാര്യം ആരംഭിക്കുമ്പോൾ അറ്റൻഷൻ നൽകുന്നു. അറ്റൻഷൻ നൽകുന്നവർക്ക് തന്നെയാണ് മുക്തി പ്രാപ്തമാക്കാൻ സാധിക്കുന്നത്. ബാബയുടെയും വരദാനം ഉണ്ട്, മനസ്സിലായോ? ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ, ദിവസവും റിസൾട്ടിൻ്റെ ചെക്കിംഗ് ചെയ്യുകയാണെങ്കിൽ സംസ്കാരം സ്വതവേ തന്നെ അയഞ്ഞതായിക്കൊള്ളും. ബാപ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്. സംസ്കാരത്തിൻ്റെ സബ്ജക്റ്റിൽ നമ്പർ 1 പോകണം. ഏത് സംസ്കാരമാണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ കാര്യത്തിൽ വിനിയോഗിക്കപ്പെടണം, നടന്നുകൊള്ളും. അറ്റൻഷനിൽ വന്നുവെങ്കിൽ നടന്നുകൊള്ളും. എന്നാൽ വെറുതെ നടക്കുകയില്ല, അറ്റൻഷൻ നൽകേണ്ടി വരും. സംഘടനയിലാണ് ഈ സംസ്കാരം പുറത്തു വരുന്നത്. എന്തുകൊണ്ട്? താങ്കളുടെ ചിത്രങ്ങളെ ആരാണോ പൂജിക്കുന്നത് അവർ താങ്കളുടെ സംസ്കാരങ്ങളെ എത്ര നല്ലതായി പാടുന്നു ആയിട്ടുണ്ട്. അതിനാലാണല്ലോ വർണ്ണിക്കുന്നത്. തൻ്റെ ദേവതാ ചിത്രം എമർജ് ചെയ്യൂ. എന്താണ് പാടുന്നത്? ഇങ്ങനെയുള്ള ദേവത ആവുക തന്നെ വേണമല്ലോ. ശരി. ബാക്കി എല്ലാ ഡബിൾ വിദേശികളും പുരുഷാർത്ഥത്തിൽ സഫലതയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ചെയ്യുന്നുണ്ടോ? ആരാണോ സഫലത അനുഭവിക്കുന്നത് അവർ കൈ ഉയർത്തു. ആഹാ, കൈ നല്ല രീതിയിൽ ഉയർത്തുകയാണ്. അപ്പോൾ ലക്ഷ്യം വയ്ക്കും. ഇപ്പോൾ ഇതിൻ്റെ മേൽ അറ്റൻഷൻ നൽകുക തന്നെ വേണം. ഇതിലും നമ്പർ നേടുക തന്നെ വേണം. അപ്പോൾ താങ്കളെ കണ്ട് മറ്റുള്ളവർക്കും ഉന്മേഷം വരും. കാരണം താങ്കൾ നിമിത്തമാണല്ലോ. നിമിത്തമായവർക്ക് ബാപ്ദാദയുടെ വിശേഷ സഹായവും ലഭിക്കുന്നു. ബാക്കി ബാബ സന്തുഷ്ടമാണ്. സെന്റേഴ്സ് അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. പുരുഷാർത്ഥത്തിൻ്റെ നേർക്ക് അറ്റൻഷൻ ഉണ്ട്. എന്നാൽ ഇപ്പോൾ പരിവർത്തനത്തിന് നിമിത്തമാകുന്നവർ ആകൂ. അപ്പോൾ താങ്കളെ കണ്ട് മറ്റുള്ളവർക്കും പരിവർത്തന ശക്തിയുടെ ഉന്മേഷം വരും. ബാക്കി ബാപ്ദാദ സന്തുഷ്ടമാണ്.
പുരുഷാർത്ഥത്തിൽ നമ്പർ വൈസ് തന്നെയാണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. എന്നാൽ പുരുഷാർത്ഥത്തിൻ്റെ നേർക്ക് അറ്റൻഷൻ ഉണ്ട്, ഇനിയും വർദ്ധിപ്പിക്കണം. പിന്നെ ദിവസവും ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, വീട്ടിലിരിക്കുമ്പോഴും ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ ഒരു ദിവസം പോലും മിസ് ആകുന്നില്ല. അഥവാ ദിവസവും വിധിപൂർവം മുരളി കേൾക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും സ്നേഹസ്മരണ മിസ് ചെയ്യുന്നില്ല. ലഭിക്കുന്നുണ്ടോ? ദിവസവും സ്നേഹസ്മരണകൾ ലഭിക്കുന്നു. എല്ലാവർക്കും ലഭിക്കുന്നുണ്ടല്ലോ. ഇതാണ് ബാബ്ദാദയുടെ സ്നേഹത്തിൻ്റെ അടയാളം. മുരളി മിസ്സായെങ്കിൽ സ്നേഹസ്മരണകളും മിസ്സായി. കേവലം മുരളി മാത്രമല്ല മിസ് ചെയ്തത്, എന്നാൽ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ, വരദാനം എല്ലാം മിസ് ചെയ്തു. മുരളി വായിച്ചുവെന്ന് വരാം, പക്ഷേ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ സ്വീകരിക്കുന്നതിന് ഏതൊരു സമയമാണോ ഫിക്സായിരിക്കുന്നത് അത് മിസ്സായല്ലോ. അപ്പോൾ ഉന്മേഷം ഉണ്ട്. ഇതിന്മേൽ ബാബ്ദാദ സന്തുഷ്ടവുമാണ്. ശരി, മുരളി മിസ് ചെയ്യുന്നവർ ഉണ്ടോ? ഡബിൾ ഫോറിനേഴ്സിൽ ഉണ്ടോ? മുരളി മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും കാരണത്താൽ? ഇല്ല, മിസ് ചെയ്യുന്നില്ല. ഒരാൾ കൈ ഉയർത്തി. ഇപ്പോൾ മിസ് ചെയ്യരുത്. മുരളി മിസ് ചെയ്യാൻ പാടില്ല. ഫോൺ വഴിയാണെങ്കിലും കേൾക്കൂ. വായിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഏത് വിധേനയും തീർച്ചയായും കേൾക്കൂ. ഹാജർ തീർച്ചയായും രേഖപ്പെടുത്തൂ. ശരി, ബാക്കി ആരെല്ലാമാണോ സഭയിൽ വന്നിരിക്കുന്നത്, പുതിയവരുമുണ്ട്, പഴയവരുമുണ്ട്. അപ്പോൾ ഇത് ഉറച്ച രീതിയിൽ നോട്ട് ചെയ്യൂ. മുരളി മിസ് ചെയ്യാൻ പാടില്ല. കാരണം ബാബ ദിവസവും പരംധാമത്തിൽ നിന്നും വരുന്നു. എത്ര ദൂരെ നിന്നാണ് വരുന്നത്? കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ വരുന്നത്. ഇതുപോലെ ബാബ മുരളി മിസ് ചെയ്യുന്നില്ല. അതേപോലെ കുട്ടികളും മുരളി മിസ് ചെയ്യാൻ പാടില്ല. ശരി, ഇപ്പോൾ മധുബനിൽ വരുമല്ലോ. അപ്പോൾ ഏതുപോലെ ഫോം ഫിൽ ചെയ്യുന്നു, അതിൽ ഇതും എഴുതൂ. മുരളി ദിവസവും കേട്ടുവോ, അല്ലെങ്കിൽ എത്ര ദിവസം മിസ് ചെയ്തു എന്നത് സമ്മതമാണോ? ആർക്ക് സമ്മതമാണോ അവർ കൈ ഉയർത്തൂ. മധുബനിലുള്ളവരും കൈ ഉയർത്തൂ. ഒരു കാരണവശാലും മുരളി മിസ് ചെയ്യാൻ പാടില്ല. ഏതുപോലെ ഭക്ഷണം മിസ് ചെയ്യാറില്ല. അപ്പോൾ ഇതും ഭക്ഷണമാണല്ലോ. അത് ശരീരത്തിൻ്റെ ഭോജനമാണ്, ഇത് ആത്മാവിൻ്റെ ഭോജനമാണ്. നല്ലതായി തോന്നിയോ? പുതിയതായി വന്നവർക്കും വരാനുള്ള അവസരം ലഭിച്ചുവല്ലോ. അവരും ഈ നിയമം പാലിക്കേണ്ടതുണ്ട്. ഏതുപോലെ മറ്റ് നിയമങ്ങളുണ്ടോ അതേപോലെ ഇതും നിയമമാണ്. ബ്രാഹ്മണൻ എന്നാൽ മുരളി കേൾക്കുന്നവർ, സേവനം ചെയ്യുന്നവർ. ശരി, ഇപ്പോൾ എല്ലാ ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ബാബ്ദാദ സ്നേഹസ്മരണകൾ നൽകുന്നതോടൊപ്പം ആശംസകളും നൽകുന്നു. സദാ ഉന്മേഷത്തിലും ഉത്സാഹത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും വേണം. ഒരിക്കലും തൻ്റെ ഉന്മേഷവും ഉത്സാഹവും ഏതെങ്കിലും കാരണത്താലോ ഏതെങ്കിലും കാര്യത്താലോ കുറയ്ക്കരുത്. കാര്യങ്ങൾ പലത് ഉണ്ടാകുന്നു, എന്നാൽ പുരുഷാർത്ഥവും ബാബയുടെ സ്നേഹവും അത് തൻ്റേതാണ്. അതിനാൽ ഒരിക്കലും തൻ്റെ ബുദ്ധിയെ ബാബയുടേതല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ബിസിയാക്കരുത്. ബാബയും ബാബയുടെ മുരളിയും ബാബയിലൂടെ ഏതൊരു സർവീസ് ലഭിച്ചുവോ ആ സർവീസും ചെയ്തുകൊണ്ടിരിക്കണം. ശരി, ഇപ്പോൾ എന്തു പറയട്ടെ? കൂടെയാണല്ലോ കഴിയേണ്ടത്. അപ്പോൾ വിട വാങ്ങുകയാണ് എന്നും പറയാൻ കഴിയില്ല. കൂടെയിരിക്കും, കൂടെ നടക്കും, കൂടെ വരും. ശരി, ഇപ്പോൾ സമാപ്തി. വരദാനം.
ശക്തിരൂപത്തിൻ്റെ സ്മൃതിയിലൂടെ പതീത സംസ്കാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന കാളീരൂപമായി ഭവിക്കട്ടെ. സദാ തൻ്റെ ഈ സ്വരൂപം സ്മൃതിയിൽ ഉണ്ടായിരിക്കട്ടെ. ഞാൻ സർവശസ്ത്രധാരി ശക്തിയാണ്. പതീത പാവനിയായ എൻ്റെ മേൽ ഏതെങ്കിലും പതീത ആത്മാവിൻ്റെ ദൃഷ്ടിയുടെ നിഴൽ പോലും പതിയുക സാധ്യമല്ല. പതീത ആത്മാവിൻ്റെ പതീത സങ്കല്പം പോലും നടക്കുക സാധ്യമാകരുത്. ഈ വിധം തൻ്റെ ബ്രേക്ക് പവർഫുൾ ആയിരിക്കണം. അഥവാ ഏതെങ്കിലും പതീത ആത്മാവിൻ്റെ പ്രഭാവം ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം പ്രഭാവശാലിയല്ല എന്നാണ്. ആരാണോ സ്വയം സംഹാരി അവർ ഒരിക്കലും ആരുടെയും ഇര ആവുക സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാളീരൂപം ആകൂ. അതിലൂടെ ആരെങ്കിലും താങ്കളുടെ മുന്നിൽ ഇങ്ങനെയുള്ള സങ്കല്പം നടത്തിയാൽ പോലും അവരുടെ സങ്കല്പം അബോധാവസ്ഥയിലായി മാറണം. സ്ലോഗൻ: റോയൽ രൂപത്തിലുള്ള ഇച്ഛയുടെ സ്വരൂപമാണ്. പേര്, മാന്യത, പ്രതാപം. അവ്യക്ത സൂചന: ജ്വാലാ സ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. സാരഥി എന്നാൽ ആത്മാഭിമാനി എന്നർത്ഥം. കാരണം ആത്മാവ് തന്നെയാണ് സാരഥി. ബ്രഹ്മബാബ ഈ വിധിയിലൂടെ നമ്പർ 1ന്റെ സിദ്ധി പ്രാപ്തമാക്കി. അപ്പോൾ ഫോളോ ഫാദർ ചെയ്യൂ. ഏതുപോലെ ബാബ ദേഹത്തെ അധീനമാക്കി പ്രവേശിക്കുന്നു, അതായത് സാരഥി ആകുന്നു, ദേഹത്തിൻ്റെ അധീനം ആകുന്നില്ല. അതിനാൽ വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാ ബ്രാഹ്മണ ആത്മാക്കളും ബാബയ്ക്ക് സമാനം സാരഥിയുടെ സ്ഥിതിയിൽ ഇരിക്കൂ. സാരഥി സ്വതവേ തന്നെ സാക്ഷിയായി എന്ത് ചെയ്താലും കണ്ടാലും കേട്ടാലും എല്ലാം ചെയ്യുമ്പോഴും മായയുടെ ലേപനങ്ങളിൽ നിന്നും നിർലേപം ആയിരിക്കും. ഓം ശാന്തി. സ്നേഹം പൂവിരിക്കും മധുവനത്തിൽ പുലരി പൊൻവെയിൽ ഈ ഭൂമിയെയുണർത്തിയിടും പോലെ ഇരുൾ മൂടും അവനിയിൽ അമൃതപ്രകാശം പകർന്നു നീ. ശിവചൈതന്യം ഉദിച്ച നിൻ ഭൂവിൽ ശിവസൗന്ദര്യം തുളുമ്പിടുന്നു. സ്നേഹം പൂവിരിക്കും മധുവനത്തിൽ കുളിർ മഞ്ഞുമേഘങ്ങൾ മൂടുമീ അവ്യക്തധാമം. പവിത്രം പരിധികൾ ഉപരിയായി അമര സാമ്രാജ്യമെത്ര സുഖദം. നിന്നരികിൽ അണയുമ്പോഴിഴിനീർ കണങ്ങൾ സ്നേഹത്തിൻ തൂമലർമാല്യമാ.
സ്നേഹം പൂവിരിക്കും മധുവനത്തിൽ പ്രാണഹർഷങ്ങൾ വിതറിടും